ഒരു കാലത്ത് കൊച്ചിയെ വിറപ്പിച്ച ഗുണ്ടാ തലവൻ തമ്മനൻ ഷാജി എന്ന പേര് കേട്ടാൽ തന്നെ ഈ നാട് നടുങ്ങിയിരുന്നൊരു കാലമുണ്ട്. എന്നാൽ കഴിഞ്ഞ 10-15 വർഷമായി തമ്മനൻ ഷാജിയെക്കുറിച്ച് കേട്ടറിവ് പോലും ഉണ്ടായിരുന്നില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തരംഗമാണ് തമ്മനൻ ഷാജിയുടെ പാട്ടും ഡാൻസും. ഇതോടെയാണ് തമ്മനൻ ഷാജി വീണ്ടും വാർത്തകളിൽ ഇടം നേടിയിരിക്കുന്നത്. തമ്മനൻ ഷാജി തന്നെ ഇപ്പോൾ ന്യൂസ് 8-നൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം. താങ്കളുടെ പാട്ടും ഡാൻസും വല്ലാണ്ടങ്ങ് ആഘോഷിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ തരംഗമായിരിക്കുകയാണ്. അതിന്റെ ഒരു പശ്ചാത്തലം എന്താണ്? ഏത് സാഹചര്യത്തിൽ അങ്ങനെ ഡാൻസും പാട്ടും കളിക്കാനുള്ളൊരു സാഹചര്യം എന്താണ്? മകളുടെ കല്യാണത്തിന്റെ പ്രോഗ്രാമിനോടനുബന്ധിച്ചൊരു സൂഫി കവാലി. കവാലിയിൽ സൂഫി ഡാൻസും ഉണ്ട്. അതിന്റെ പരിമിതപരമായ ഡാൻസ്, അല്ലാതെ ഓവറായിട്ട് അങ്ങനെയൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു കാര്യം. പിന്നെ മകളുടെ കല്യാണം ഏതൊരാൾക്കും സ്വന്തം മകളുടെ എനിക്കൊരു മകളേ ഉള്ളു. വിവാഹം എന്ന് പറഞ്ഞ സന്തോഷമുള്ള കാര്യമാണല്ലോ. അപ്പൊ അങ്ങനെ ഉണ്ടായ പശ്ചാത്തലമാണത്. ഇപ്പോൾ ജീവിതം എങ്ങനെയാ? ജീവിതം ഇപ്പൊ നല്ല ഇതുപോലെ ആഘോഷമാണ് ഈ പാട്ടും ഡാൻസ് ഒക്കെ പോലെ? അല്ല, അങ്ങനെയല്ല. പാട്ടൊക്കെ ഉണ്ട്, ഡാൻസ് ഒന്നുമില്ല. പാട്ടൊക്കെ പാടാറുണ്ട്. അയാള് സൂഫിസത്തിൽ ഇതൊക്കെ ഉണ്ട്. ഞാനൊരു ഗുരുവിനായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ പോകുന്ന ആളാണ്, ആത്മീയ ഗുരുവായിട്ട്. അത് 27 കൊല്ലമായിട്ട് കോഴിക്കോടുള്ള ഒരു ആത്മീയ ഗുരുവായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ആ ഗുരുവിന്റെ നിർദ്ദേശത്തിൽ ജീവിക്കുന്ന ആളാണ്. അതായത് ഈ ക്രിമിനൽ പ്രവർത്തനങ്ങളൊക്കെ നിർത്തിയിട്ട് ഒരു ക്രിമിനൽ പ്രവർത്തനം നിർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യകാലത്തൊന്നും നമുക്ക് ഇതിൽ നിന്ന് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഒഴിഞ്ഞു മാറാനൊന്നും പറ്റില്ല. ഒരുപാട് കേസുകൾ. പിന്നെ എപ്പോഴും ഈ പോലീസ് ഇങ്ങനെ പോയി നിരന്തരം മറ്റുള്ളവരുടെ വിഷയങ്ങളും നമ്മുടെ കൂടെ നടക്കുന്നവരുടെ വിഷയങ്ങൾ നമ്മളിലേക്ക് വരും. പിന്നെ ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ തമ്മനൻ ഷാജിയുടെ പേര് പറയും. അതിനൊരു ഉദാഹരണമാണ് ഉണ്ണിത്താനും ശരത്ചന്ദ്രപ്രസാദിന്റെയും രാജ്മോഹൻ ഉണ്ണിത്താന്റെയും മുണ്ടുരിഞ്ഞ ഒരു വിഷയം ഉണ്ടായി സെക്രട്ടേറിയറ്റിൽ, അവിടെ തിരുവനന്തപുരത്ത്. അത് കൊച്ചിയിലുള്ള ആളുകളാണ് പോയത്. കൊച്ചി ഇവിടെ എറണാകുളം ആൾക്കാർ തന്നെ പറഞ്ഞത് തമ്മനൻ ഷാജിയുടെ ആൾക്കാരാണെന്നാണ് പറഞ്ഞത്. അപ്പൊ ആ സമയത്ത് ന്യൂസൊക്കെ അങ്ങനെയായിരുന്നു. പിന്നെ ഞാൻ ആ സമയത്ത് അന്ന് ജോൺ ബ്രിട്ടാസ് അന്ന് എന്നെ ഇന്റർവ്യൂ ചെയ്തായിരുന്നു. അന്ന് ഏഷ്യാനെറ്റിലാണെന്ന് തോന്നുന്നു ജോൺ ബ്രിട്ടാസ്. അങ്ങനെ ഇന്റർവ്യൂവിലൂടെ ഞാനത് ക്ലിയർ ചെയ്ത്, അല്ലെങ്കിൽ എന്നെ പ്രതിയാക്കും അതിൽ. എറണാകുളത്തുനിന്ന് അപ്പൊ മറ്റൊരു ജില്ലയിൽ ആരെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ അറിയപ്പെടുന്ന ഒരു പേരാണല്ലോ, അതങ്ങോട്ട് പറയും തമ്മനൻ ഷാജിയുടെ ആളാണെന്ന് പറയും. പിന്നെ ഇവിടെ ഇപ്പൊ ഇവിടെ ഇപ്പോഴും എന്ത് കാര്യം, എന്ത് ക്രിമിനൽ പ്രവർത്തനവും മറ്റുള്ള കാര്യം. ഇപ്പൊ ക്രിമിനൽ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ തല്ലലും വെട്ടലും കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ടോമിന് ഒരാളോട് ദേഷ്യം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞ് എനിക്ക് അതിനുള്ള സാമ്പത്തികം എക്കോണമിക്ക് തന്നിട്ടാണ് ഞാൻ ചെയ്യുന്നത്, അല്ലേ? അതാണ് കൊട്ടേഷൻ. അല്ലാതെ വെറുതെ എന്തെങ്കിലും വിഷയം വൈരാഗ്യത്തിന്റെ ഓർത്തുണ്ടാകുന്ന കൊട്ടേഷൻ അല്ല. അതുമാത്രമല്ല, ഇവിടെ നമ്പർ 2 ഇടപാടുകൾ മയക്കുമരുന്നായാലും പിന്നെ മസാജിങ് പാർലർ ഇപ്പൊ മുട്ടിനുണ്ട്, ഒന്നിനും ലൈസൻസ് ഒന്നുമില്ല. അങ്ങനെ പല കാര്യങ്ങളും എറണാകുളത്തു നിന്നല്ല, കേരളത്തിൽ മൊത്തമുണ്ട്, ഇന്ത്യയിൽ മൊത്തമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇവിടെ ഇപ്പൊ കൂടുതലായിട്ടുണ്ട് മയക്കുമരുന്ന്. എന്തെങ്കിലും കാര്യങ്ങൾക്ക് എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാവും നമ്മുടെയൊക്കെ പേര് പറയും. പിന്നെ ഈ അടുത്ത് ഇപ്പൊ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ 1 കൊല്ലോ 2 കൊല്ലോ ആയി തോന്നാം, ഒരു മസാജിങ് പാർലർ ഇവിടെ തല്ലിപ്പൊളിച്ച്. അത് ഗുണ്ടാപ്പിരി കൊടുക്കാണ്ട അവന്മാരെ എന്റെ ആളുകളാന്ന് പറഞ്ഞു. അപ്പൊ പോലീസ് ബന്ധപ്പെട്ടു, ഞാൻ പോയി സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. അവരന്വേഷിച്ചു, നമ്മളായിട്ടൊരു ബന്ധവുമില്ല. അപ്പൊ ഈ പോലീസ് അന്വേഷിച്ചു. നമ്മളോട് വല്ല ദേഷ്യമുള്ള പോലീസുകാരാണെങ്കിൽ, ഒരു മുൻവിരോധമുള്ള ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ നമ്മളെ പ്രതിയാക്കും. നന്നാകാനും തീരുമാനിക്കുമല്ലോ പോലീസ്. അല്ല, അങ്ങനെയല്ല. പോലീസിൽ മാത്രമല്ലല്ലോ, എല്ലാത്തിലും ഉണ്ടല്ലോ നല്ലവരും ചീത്തവരും. എനിക്ക് പോലീസിൽ ഒരുപാട് ആളുകൾ അറിയാം. ADGP, ഇപ്പോഴത്തെ ADGP വിജയൻ സാറ്, ബെഹ്റ സാർ എന്നെ അറസ്റ്റ് ചെയ്താ. ഇപ്പൊ DGP ആയി, അദ്ദേഹം റിട്ടയർഡായി. അദ്ദേഹം ഇവിടെ CP ആയിട്ട് വരുമ്പോ 94 എന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അന്ന് എനിക്ക് കേസുള്ളത്. അന്ന് ഞാൻ ഗുരുവിന്റെ അടുത്തൊന്നും എത്തിയിട്ടില്ല. 97 ഗുരുവിന്റെ അടുത്ത് എത്തുന്നത്. ആ സമയത്തൊക്കെ എനിക്ക് ഒരുപാട് ഇവിടെ തമ്മനത്ത് ഈ മറ്റേ ജനജാഗ്രത എന്നും പറഞ്ഞിട്ട് അവിടെ ഈ ഫൈസലും നിങ്ങൾ ഇന്റർവ്യൂ ചെയ്തില്ലേ, ഫൈസലിന്റെ വിഷയം. ഫൈസൽ ശരിക്കും ചെറുപ്പമാണെന്ന്. അന്ന് ഫൈസലിനെ കാണാൻ വന്ന പുറത്തുനിന്ന് വന്ന 2 ആളുകൾ ഇപ്പൊ ടോമിന്റെ നാട്ടിൽ വന്നിട്ട് രാത്രി ഒരാള് 2 പേരെ കണ്ടു കഴിയുമ്പോ ആ സമയത്ത് കാണുമ്പോൾ ആരായാലും നാട്ടുകാർ ചോദിക്കും എന്താ ഇവിടെ പരിപാടി എന്ന് ചോദിച്ചപ്പോൾ ഇവര് വാളെടുത്ത് വെട്ടി. 1-2 പറഞ്ഞ് വെട്ടിയപ്പോൾ അവിടെ ജനങ്ങളൊക്കെ കൂടി സംഘടിച്ചു. ഇങ്ങനെ ഫൈസലിനെ കാണാൻ വന്നവരാണ്. അപ്പൊ ഫൈസലിനെ അങ്ങനെ ആക്കി. ഫൈസൽ ജോസഫ് എന്നാണ് അവന്റെ പേര്. പിന്നെ എളുപ്പത്തിൽ ഫൈസൽ എന്ന് പറയണല്ലേ. ഇവിടെ ജനിച്ചു വളർന്ന അവന്റെ അപ്പച്ചനും ഇവിടുത്തുകാരനാണ്, എല്ലാവരും ഇവിടുത്തുകാരൻ. അന്നിപ്പോ അങ്ങനെ കുറെ ആളുകളൊക്കെ അവന്റെ അപ്പന്റെ പൈസ കണ്ടിട്ട് അവന്റെ ഒപ്പം കൂടി.
ഞാൻ എൻ്റെ നാട്ടിലെ ജനങ്ങളുടെ കൂടെ നിന്ന് എന്ന് പറഞ്ഞാൽ തമ്മനത്തുള്ള ജനങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല. സാധാരണക്കാരല്ലേ, നമ്മളെ പോലെ എല്ലാരും ഒരു നാട്ടിൽ ഇപ്പൊ ഒരു ഷാജി ഉണ്ടെങ്കിൽ എല്ലാരും തല്ലുകൊടുത്തക്കാരോ. മേഖലയായി പിന്നെ എപ്പോഴും പോലീസ് സ്ട്രെങ്ത് ആയിരുന്നു. വലിയ വണ്ടിക്ക് എന്തെന്നാ പറയുന്നത്, പോലീസ് വണ്ടിക്ക് ലാത്തി ചാർജിന്. ആ വണ്ടി എപ്പോഴും അന്ന് ബെസ്റ്റ് ബേക്കറി ഇരിക്കുന്ന സ്ഥലം അന്ന് കാലിയ, അവിടെ വണ്ടി കൊണ്ടുവന്നിരുന്നു. ആ വണ്ടിയിൽ ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാര് ബസ് സ്റ്റോപ്പിൽ പെണ്ണുങ്ങള് ബസ് കയറാൻ വന്ന് സ്നേഹിച്ച് കല്യാണം വരെയും കഴിച്ചു. അപ്പൊ എത്ര നാളവിടെ പോലീസുകാരുണ്ടായി. തമ്മനത്തേക്ക് ഒരാളും വരില്ല, ഒരു വീടോ എന്തെങ്കിലും ഒരു കാര്യത്തിനും തമ്മനത്തേക്ക് അത്ര പേടിയായിരുന്നു ആ സമയത്ത്. തമ്മന ഷാജിനെ പേടി? അതല്ല തമ്മന ഷാജി ഉണ്ടല്ലോ, ഉണ്ട്. ആ സമയത്തൊക്കെ ഞാൻ ഗുരുവിന്റെ അടുത്ത് എത്തിയതാ. ആ സമയത്ത് ശരിക്കും എത്തുന്നത് അന്ന് PJ മാനുവലാണ്. ഈ ആദ്യം എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ടായി, കോൺഗ്രസ്, BJP, മറ്റേ നമ്മുടെ CPMന്റെ ആളുകൾ എല്ലാവരും ഉണ്ടായി. പിന്നീട് ഇത് ഫോളോ ചെയ്ത് പോകാൻ ഈ PJ മാനുവൽ അഡ്വക്കേറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, പോരാട്ടത്തിന്റെ പ്രവർത്തകൻ. അദ്ദേഹത്തിന് ഇവര് പ്രശ്നം തീർക്കാന്നും പറഞ്ഞ് പുന്നുരുന്തിയിൽ വിളിച്ചു വരുത്തി ഫൈസൽ അടക്കമുള്ളവർ അദ്ദേഹത്തിന്റെ 2 കാലും വെട്ടി, കുതികാലൊക്കെ വെട്ടിക്കളഞ്ഞു. എന്നാൽ അദ്ദേഹത്തിന്റെ കൂടെ ഒരാൾ പോയ ആള് ഓടി രക്ഷപ്പെട്ടു. അവിടുന്ന് പ്രശ്നം തീർക്കാന്നും പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് ചെയ്താ. ഇപ്പൊ ടോമിനോട് പറയാ, നീ ധൈര്യം കൊണ്ട് ഞങ്ങളുടെ വാടാന്ന് പറഞ്ഞത്. ടോം അദ്ദേഹം പൊതുപ്രവർത്തകനാണല്ലോ, ഒരു മുണ്ടുകൊടുത്ത് കോടതിയിൽ വരുന്ന വക്കീൽ അദ്ദേഹമാണ്. ഞാൻ അന്നത്തെ കാലത്ത് കാണുന്നത് എല്ലാ വക്കീലന്മാരും പേരിടും, ഇദ്ദേഹം മുണ്ടുകൊടുത്തേ വരുള്ളൂ, മനസ്സിലായില്ലേ? അദ്ദേഹത്തിനെ വിളിച്ചു വരുത്തിയിട്ട് വെട്ടിയതാ. അപ്പൊ ഒരു ഭീകരതയായിരുന്നു അന്ന്. അപ്പൊ നമ്മളായിട്ട് ജനങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ എന്നുള്ള നിലക്ക് പിന്നെ തമ്മനത്ത് വന്ന ഒരാളെ വെട്ടി. തമ്മനത്ത് വന്നിട്ട് ഇവരുടെ ആളുകൾ ഈ തല ഇങ്ങനെ പിളർന്നിട്ട് സംസാരിക്കില്ലെന്ന് പറഞ്ഞാ മരിച്ചു പോകുമെന്ന് പറഞ്ഞ്, പിന്നെ മെഡിക്കൽ ടെസ്റ്റിലെ ഡോക്ടർമാർ പറഞ്ഞ് സംസാരിക്കില്ലെന്ന് പറഞ്ഞു. പിന്നെ പതുക്കെ റിക്കവറി ആയി വന്നു അയാൾ. അങ്ങനെയൊക്കെ ഇവിടെ സംഭവം ഉണ്ടായി. അപ്പൊ ജനങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു. താങ്കൾ എങ്ങനെ ഇതിലോട്ട് ഈ ക്രിമിനൽ ആക്ടിവിറ്റിയിലോട്ട് വന്ന എങ്ങനെയാ? ക്രിമിനൽ ആക്ടിവിറ്റിയിലൊന്നും നമ്മൾ മനഃപൂർവ്വം ഉണ്ടായതൊന്നുമല്ല. നമ്മളൊരു പ്രതിരോധ സംവിധാനത്തിലൂടെ വന്നതാണ്. ഏത് കാലഘട്ടത്തില്? അതൊരു 89, 90, 91, 92 അങ്ങനെ. അതെങ്ങനെ ഒരു രാഷ്ട്രീയ സംഘർഷങ്ങളുടെ ഭാഗമായിട്ടാണോ? രാഷ്ട്രീയ സംഘർഷമൊന്നുമില്ല, ഒരു കൂട്ടം ആളുകളുടെ ഇപ്പൊ എന്ത് ചെയ്താലും ഞാനിപ്പോ ഒരു CPMലോ കോൺഗ്രസിലോ അല്ലെ BJPയിലോ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ എന്റെ കൂടെ 4 പേരുണ്ടെങ്കിൽ എന്നെ പ്രൊട്ടക്ട് ചെയ്യും. എന്ത് തോന്നിയ ദിവസം എനിക്ക് കാണിക്കാം. അങ്ങനെ ഒരു കൂട്ടം ആളുകളുടെ ആക്രമണം തമ്മിലത്തെ എനിക്കെതിരെ പല പ്രാവശ്യമായിട്ട് ഉണ്ടായിട്ടുണ്ട്. CPMലുള്ളവരുണ്ട്, അതിൽ കോൺഗ്രസ്സുകാരുണ്ട്, അങ്ങനെ എല്ലാ പാർട്ടിയിലുള്ളവരുണ്ട്. താങ്കൾ വളർത്തിയത് ഒരു UDFന്റെ സംവിധാനങ്ങളാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. UDFന്റെ സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് കോൺഗ്രസ്സുകാരായിട്ട് ചെറുപ്പം പോലെ എന്റെ കൂട്ടുകാരൊക്കെ കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുന്നവരുണ്ടായി. ഇപ്പൊ കല്യാണത്തിന് എന്റെ എത്രയോ കൊല്ലം മുമ്പുള്ളവരാ PD മാർട്ടിൻ DC സെക്രട്ടറിയാ, ജോസഫ് ആന്റണി DCC സെക്രട്ടറിമാരിൽ ഒരാളാ. അങ്ങനെ എത്രയോ പേര് വന്ന് അന്നത്തെ ബന്ധോ 20 കൊല്ലമായിട്ട് ഞാൻ കാണാൻ ഒരു വർഗീസ് ഉണ്ട് കോലഞ്ചേരി, കോൺഗ്രസിന് എപ്പോഴും DCCയിലുണ്ടാവും. അവൻ വരെ കല്യാണത്തിന് വന്നു. ഞങ്ങളൊക്കെ തമ്മിൽ സ്നേഹബന്ധം വരുന്നു. പിന്നെ ഈ അന്ന് CPMമാരായിട്ട് പല വിഷയങ്ങൾ പ്രാദേശികമായിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ആ സമയത്തൊക്കെ ഉണ്ടായപ്പോൾ ആ സമയത്ത് നമ്മളൊരു പ്രതിരോധം എന്നുള്ള നിലയ്ക്ക് നമ്മൾ കോൺഗ്രസിന്റെ കൂടെ നിന്നുണ്ട്, കോൺഗ്രസ് ആളുകളൊക്കെ നിന്നിട്ടുണ്ട്. പിന്നെ കൂടുതലും ഞാൻ ഈ MI ഷാനവാസ്കിയുടെ വാപ്പ ഉണ്ടായിരുന്നു, ഇബ്രാഹിംകുട്ടി വക്കീൽ. അദ്ദേഹം എൻ്റെ വക്കീലായിരുന്നു, MB ഇബ്രാഹിംകുട്ടി. മരിച്ചുപോയി അദ്ദേഹം MI ഷാനവാസിന്റെ വാപ്പായ. അപ്പൊ അദ്ദേഹം അവിടെ ഒരു പള്ളി പണിയുന്ന സമയത്ത് എന്നെ അവിടെ കൊണ്ട് നിർത്തി. ഞാൻ ഈ പ്രശ്നക്കാരനായിട്ട് ഇങ്ങനെ നടക്കണ്ട, അദ്ദേഹം കേസിനൊക്കെ വന്ന് ജാമ്യം എടുത്ത് തന്നിട്ട് എനിക്ക് ബെയിലൊന്നും തരാതെ തന്നെ അങ്ങനെ ഇട്ട സമയത്ത് ഒന്നുമില്ല, വെറുതെ ബെയിൽ തരില്ല, പോലീസ് റിപ്പോർട്ടിന്റെ പുറത്ത് എനിക്ക് ജാമ്യം തരില്ല, എനിക്കൊരു മർഡർ കേസും ഇല്ല, ഒന്നുമില്ല. ആരെങ്കിലും കൊന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഏതൊക്കെ ക്രിമിനൽ പ്രവർത്തനങ്ങളായിരുന്നു? ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഇപ്പൊ ഈ കണ്ണൂരും അവിടെ ഇവിടെ തിരുവനന്തപുരത്തൊക്കെ കണക്കുന്ന പോലെ കൈവെട്ടി കാലുവെട്ടി അങ്ങനെയൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. സംഘർഷങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മളെപ്പോഴും പ്രതിരോധിക്കുമായിരുന്നു. ഭീകരത എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയായിരുന്നു. ആരെങ്കിലും നമ്മളോട് കൂടെ നടക്കുന്നതോ നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞങ്ങൾ ഇടപെട്ട് നമ്മളൊരു പ്രതിരോധം ഉണ്ടാവും. വലിയൊരു ഗ്യാങ് ഉണ്ടായിരുന്നു. ഗ്യാങ് ഉണ്ടാക്കിയത് അതിപ്പോ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഗ്യാങ് എല്ലാ ജംഗ്ഷനിലും ഉണ്ട്. ഇപ്പൊ ഇന്നത്തെ ADGP വിജയൻ സാർ എന്ന് ഇവിടെ CP ആയിട്ട് കമ്മീഷണറായിട്ട് ഇരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞ 37 ഗ്യാങ് നിനക്കെതിരാണ്. അത് ഈ വിഷയത്തിലാണ്, തമ്മനത്തെ ജനജാഗ്രതയുടെ വിഷയത്തിൽ.
ഞാൻ ജനങ്ങളുടെ കൂടെ നിന്ന്. കൊച്ചിയിൽ അത്രയും ഗ്യാങ് ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നല്ലോ, ഉണ്ടായിരുന്നു. പക്ഷേ ഈ താങ്കൾ ഇതിലോട്ട് വരുന്ന സമയത്ത് ഈ ഗുണ്ടാ പ്രവർത്തനം അല്ലെങ്കിൽ കൊട്ടേഷൻ പ്രവർത്തനത്തിൽ വരുന്ന സമയത്ത് ഞാൻ കാശൊന്നും മേടിച്ച് ആരും ഉപദ്രവിച്ചു. കൊട്ടേഷൻ തന്നെ അങ്ങനെയാണ്, നമ്മൾ പൈസ മേടിച്ചിട്ട് ഉപദ്രവിക്കുക. അങ്ങനെ ഉപദ്രവിച്ചിട്ടില്ല. അങ്ങനെ ഉപദ്രവിക്കുന്ന അതിലും നല്ലത് കൂട്ടിക്കൊടുക്കണല്ലേ, അതിലും നല്ല പണിയാത്. നമ്മളൊക്കെ നിങ്ങള് അന്നത്തെ ഉദ്യോഗസ്ഥന്മാരോടൊക്കെ ചോദിച്ചറിയാം. നമ്മുടെ ഏരിയ എന്നൊക്കെ പറഞ്ഞ വല്ല ചീട്ടുകളിയാ, നല്ല ചീട്ടുകളി നടക്കുന്ന സ്ഥലത്തൊക്കെ പോയി നമ്മൾ നേടും. ഞങ്ങൾ പറയും ഇന്ന് ഞങ്ങൾ നേടിയെന്ന് പറയും. അതുകൊണ്ട് നമ്മള് ഗുണ്ടാ കുടിപ്പകയുടെ ഭാഗമായിട്ട് ഗുണ്ടാ കുടിപ്പക ഈ തമ്മനത്തൊന്നും ഉണ്ടായിരുന്ന വിഷയമാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനജാഗ്രതയുടെ കൂടെ നിന്നപ്പോ എല്ലാ ഇവര് ഒരു നല്ലൊരു ബെൽറ്റായിരുന്നു സുരേഷ്. അങ്ങനെ അവരുടെ വീട്ടിൽ സുരേഷ് പൈസലന്ന് ചെറുതാ, അവന് വരുമ്പരായികളെ കുറിച്ച് അറിയാൻ പാടില്ലാത്ത പ്രായം. അത് നാട്ടുകാരുടെ അടുത്ത് കൊണ്ടുപോയി മിസ്റ്റേക്ക്. എന്തൊരു വിഷയം കൈകാര്യം ചെയ്യുമ്പോ വയലന്റ് ആക്കരുതല്ലോ. നമ്മൾ സമാധാനത്തെ ഇപ്പൊ നമ്മള് ടോമാണി എന്റെ നാട്ടിലുള്ളതാണെങ്കിൽ അത് ടോമിന്റെ ഫാദറുണ്ട്, അങ്ങനെ സംസാരിച്ചു. അവർ ചെറുപ്പത്തിലേ നമ്മൾ വയലന്റ് ആക്കി കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും അവര് പിന്നെ വയലന്റ് ആയിട്ട് വളരും. ഇന്നത്തെ കാലത്ത് പല ഈ ഗുണ്ടാ നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ കൊട്ടേഷൻ നേതാക്കന്മാരെ സംബന്ധിച്ചൊക്കെ നിരവധി കൊലക്കേസിലൊക്കെ പ്രതിയായിട്ടുണ്ടല്ലോ. താങ്കളുടെ ഭാഗത്ത് അങ്ങനത്തെ ഒരു കൊലക്കേസിൽ പോലും പ്രതി ചേർക്കപ്പെട്ടിട്ടില്ല ഒരിക്കലും? പ്രതിയാ ചേർക്കാൻ ഞാൻ കൊലപാതകം ചെയ്താലേ ചേർക്കാൻ പറ്റുള്ളൂ. അല്ല പിന്നെ എന്നായി പറഞ്ഞത് 97 ഒരു ഗുരുവിനെ കണ്ടു, പിന്നെ ആത്മീയ ജീവിതത്തിലേക്ക് പയ്യ മാറാൻ തുടങ്ങി. അതിനിടയില് എപ്പോഴെങ്കിലും ഇപ്പൊ ഈ പറയുന്ന രീതിയിലുള്ള ആക്രമണം ഉണ്ടായപ്പോൾ തിരിച്ചടി വരുന്നു, അങ്ങനെയാണോ വീണ്ടും വീണ്ടും ഇടയ്ക്കൊക്കെ? പിന്നെ ഈ 2013 ഈ വിഷയം ഉണ്ടാവുന്നത്, ഈ ഇവിടെ പാർട്ടിക്കാരുടെ ആക്രമണം ഉണ്ടായത്. അതിന് ഇതിപ്പോ നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മുടെ ഇവിടെ എന്റെ അനിയന്റെ സുഹൃത്തുക്കളൊക്കെ അവരുമായിട്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അവർക്ക് നിരന്തരം ബുദ്ധിമുട്ട്. അപ്പോൾ പാർട്ടി ഇനിയിപ്പോ ഈ പാർട്ടിയും ഇതൊക്കെ കൂടിയാണ് പിന്നെ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു തീരുമാനം എടുത്തവര്. അങ്ങനെ ഉണ്ടായ വിഷയമാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോ പിന്നെ നമ്മുടെ ഗുരുനാഥന്റെ നമ്മളിപ്പോ അന്ന് അത്രയും വലിയ ആക്രമണമൊന്നും എന്നോട് ചെയ്യേണ്ട കാര്യമില്ല. ഒരു കൈക്കടിക്കുന്നതും ഇരുമ്പൊടിക്കടിക്കുന്നതും രണ്ടും രണ്ടാണ്. ഇപ്പൊ തന്നെ കൊച്ചിൻ കോളേജിൽ ഉണ്ടായതുണ്ടല്ലേ, കുട്ടികളെയൊന്നും അങ്ങനെ തല്ലാനൊന്നും പാടില്ല. എൻ്റെ അടുത്ത് എത്രയോ ഞാനിങ്ങനെ വലിയ ഗുണ്ടാത്തലവനായിട്ടൊക്കെ ഇവിടെ നടക്കുന്ന സമയത്ത് എത്രയോ കോളേജിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഈ സങ്കടമൊക്കെ പറഞ്ഞ് കോളേജിൽ നടക്കാൻ പറ്റുന്നില്ല, റാഗിന്ന് തല്ലുന്ന് ഇടിക്കുന്നു. നമ്മളും കോളേജിൽ പോയി അവർക്കൊക്കെ വേണ്ടി സഹായിച്ചിട്ടുണ്ട്. അതെങ്ങനെ ഒരു പേടിപ്പിക്കലേ, അടിക്കാനിടിക്കാൻ ഒന്ന് റൗണ്ട് ചെയ്താൽ മതി. ചില കുട്ടികളെയൊക്കെ അഡ്മിഷൻ ഞാൻ കൊണ്ടാക്കിയിട്ടുണ്ട്, ലോ കോളേജിൽ വരെ ഞാൻ കൊണ്ടാക്കിയിട്ടുണ്ട്. അതിന് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ. ഇപ്പൊ താങ്കൾ ഇതിൽ തിരിച്ചു വന്ന പോലെ ഏതെങ്കിലും ചെറുപ്പക്കാരെയൊക്കെ ഈ ക്രിമിനൽ ആക്ടിവിറ്റിയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്? എനിക്ക് ബന്ധമുള്ള ഒരുപാട് പേരെ ഞാൻ എന്റെ ഗുരുവിന്റെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. കുറെ പേരൊക്കെ കണ്ടിന്യൂ ചെയ്ത് ഇപ്പോഴും പോകുന്നുണ്ട്. കുറെ പേരൊക്കെ തെറിച്ച് ഇതിൽ കുറെ സഹനമൊക്കെ ഉണ്ട്. ചിലപ്പോ ഒന്നും ഉണ്ടാവില്ല നമ്മുടെ കയ്യിൽ. മനസ്സിലായ നല്ലതും ചീത്തം തിരിച്ചറിയണം. എന്ത് പൈസയും മേടിച്ചെടുക്കാൻ പറ്റില്ല. ഇപ്പൊ ഇവിടെയൊക്കെ എന്തോരം പ്രോപ്പർട്ടി ഇവിടെയൊക്കെ നികത്തുന്നുണ്ട്. ഇപ്പൊ കുറവാ. ഇപ്പൊ ഗവൺമെന്റ് പൈസ അടച്ചു കഴിഞ്ഞാൽ നികത്തി കൊടുക്കാം. നേരത്തെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കാര്യപ്പെട്ടവരെ ചെയ്തു കൊടുക്കണത്. വെറുതെ ചെല്ലണ്ട, വെറുതെ വിളിച്ചാൽ മതി, അപ്പം കൊണ്ടുവന്ന് തരും. അത് നമുക്ക് നല്ലതാവോ? ആവൂല. പൈസ നല്ലതാവൂല. അങ്ങനെ എന്തും കിട്ടൂടാ. അങ്ങനെയാണ് എനിക്കിപ്പോ സ്വന്തമായിട്ട് വീടൊന്നുമില്ല. എന്റെ തറവാട്ടിലാ കഴിയുന്നത്. ഒരു 3 സെന്റ് ഭൂമി പോലും എനിക്കില്ല. അങ്ങനെ എനിക്ക് സമ്പത്ത് ഉണ്ടാക്കാമായിരുന്നു. ഇന്നിപ്പോ ഏഷ്യാറ്റിട്ടാണ് ന്യൂസിൽ പല ആളുകളും കമന്റ് ചെയ്തിട്ടുണ്ട്. അയാൾ കുറെ പൈസ ഉണ്ടാക്കി, അയാളുടെ മോളുടെ കല്യാണം നടത്തി, ആരാന്റെ കാശ് കൊണ്ടൊക്കെ അയാൾ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് അങ്ങനെയായെന്നൊക്കെ പറഞ്ഞു. അല്ല, അങ്ങനെ പറയുന്നുണ്ട്. താങ്കള് ധരിച്ചിരുന്ന കോട്ട് അത് 50,000 രൂപ വിലയുള്ള കോട്ടാണെന്നൊക്കെ പറഞ്ഞു. 10,000, 12,000 രൂപ, 13,000 രൂപ എനിക്ക് ഫ്രീ ആയിട്ട് അടിച്ചു തരും എന്റെ കൂട്ടുകാർ. എന്റെ കൂട്ടുകാർക്ക് തയ്യക്കടയുണ്ട്. ഇവിടെ ഏറ്റവും വലിയ ഡിസൈനർ കിം ഇന്ത്യയുടെ അസൻ. അയാൾക്ക് യൂറോപ്പിൽ വരെ ഉണ്ട് കസ്റ്റമർ. അയാൾ എനിക്ക് ഫ്രീ ആയിട്ട് അയച്ചു. മറ്റേ ലൂയിസ് ഫിലിപ്പിന്റെ ഒരു നിങ്ങൾ പോയി നോക്കിയോ, അതുപോലെ ഒരു 15,000 രൂപ കൂടുതൽ മുകളിൽ വരില്ല. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇവിടെ 50 ലക്ഷം രൂപയുടെ കോട്ടില്ലേ? ഇല്ലേ? അത് ഇടുന്നവരില്ലേ? എന്നിട്ട് ഈ ചൊറിച്ചിലാവുന്ന ആളുകൾക്കില്ലല്ലോ. ഇവിടെ ആരുടെ കല്യാണത്തിന് വരുന്നു? 5,000 പേരുടെ കല്യാണം നടത്താൻ അതൊക്കെയാണല്ലോ സമൂഹം. 5,000 ഒന്നുമല്ല, ഞാൻ പറഞ്ഞുതരാം. ഒരു 10,000-7,000 പേര് കൂടിയുണ്ട്. അതൊന്നും ഭക്ഷണത്തിന് ഉണ്ടാക്കിയിട്ടുണ്ട്, നമുക്കറിയാം. അത് അതിനകത്ത് ഇപ്പോഴത്തെയും പണ്ടത്തെയൊക്കെ ഗുണ്ടകളൊക്കെ വന്നിട്ടുണ്ട്. ക്രിമിനൽ പണ്ടത്തെ എന്റെ കൂട്ടുകാരെയൊക്കെ അവരൊക്കെ നല്ല രീതിയിൽ ജീവിക്കുന്നവര് അവരെയൊക്കെ ബന്ധപ്പെട്ടുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ നിലപാടുകൾക്കൊന്നും മാറ്റൂല. ഞാൻ എന്റെ കൂട്ടുകാരോട് ചോദിച്ചറിയാം, ഞാൻ എന്റെ നിലപാട് പറയും. ഇനിയിപ്പോ ഇവിടെ
ഇപ്പൊ ഈ അനീഷിനോട് ചോദിച്ചാൽ തന്നെ അറിയാം. അനീഷും ബായസീർ എനിക്ക് വളരെ അഗെയിൻസ്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞ ഈ ജനജാഗ്രത ഉണ്ടായ സമയത്ത് ബായസീർ, വെട്ടൽ സുരേഷ്, പിന്നെ വനങ്ങാട് പ്രസാദ്, ബോൾഗാട്ടി കുട്ടൻ, പള്ളുരുത്തി പ്രിയൻ, ഇങ്ങനെ ഒരുപാട് ഗ്യാങ്ങുകൾ എനിക്ക് എതിരായ സമയത്ത് ഇവരൊക്കെ തമ്മിൽ അകന്ന സമയത്തൊക്കെ എന്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ ഇവരൊക്കെ അടുപ്പത്തിലാണ് പോണേ? അല്ല ഞാൻ അടുപ്പത്തിലൊന്നുമല്ല. ഇവരൊക്കെ ചിലരൊക്കെ കല്യാണത്തിന് വന്നായിരുന്നു പറഞ്ഞു. അനീഷ് വന്നിട്ടുണ്ടായി. അനീഷിന് മയക്കുമരുന്ന് പരസ്യമായിട്ടൊരു കാര്യം പറഞ്ഞു. അതിന് നല്ലൊരു കാര്യം തന്നെ. അങ്ങനെ അവന് അത്ര ഉറപ്പോടെ പറയണമെങ്കിൽ അവൻ അതിലില്ലാതിരിക്കണം. പിന്നെ അവന്റെ കൂടെ നടന്ന ആളുകളൊക്കെ മയക്കുമരുന്ന്, ഞാൻ അവനോടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ആക്ടിവിറ്റിയൊക്കെ നല്ല രീതിയിൽ ജീവിച്ചോ, ഒരു കുഴപ്പമില്ല. അവനും അങ്ങനെ ഗുണ്ടാണോന്നും പറഞ്ഞ് നടന്ന ആളൊന്നുമല്ല. എനിക്കറിയാം ചെറുപ്പം പോലെ. സുഹൃത്തുക്കളുടെ ബന്ധം, സുഹൃത്ത് ബന്ധം. ഇപ്പൊ ടോമിനൊരു വിഷയം ഉണ്ടാകുമ്പോ എന്റെ ഒരു ആത്മാർത്ഥ സുഹൃത്താണ്. ഞാൻ വരും, ഞാൻ ചിലപ്പോ പിന്നെ ഞാൻ ആളെ കൂട്ടും, എനിക്ക് എന്റെ കൂട്ടുകാരെ കൂട്ടും. അങ്ങനെയൊക്കെ തന്നെ അനീഷായത്. ഇവിടെ എല്ലാവരും ഒക്കെ അങ്ങനെ തന്നെയാണ്. പിന്നെ ചിലര് ഈ മദ്യവും മയക്കുമരുന്നൊക്കെ അടിക്കുന്നവർക്ക് പിന്നെ വലിയ രാജാവാണ്, വലിയ മുതലാളി. അതിപ്പോ അതിന്റെ പുറത്ത് പറയുന്നതാണ്. അതിറങ്ങുമ്പോ പിന്നെ അതൊക്കെ മാറും. നേരം വിളിക്കുമ്പോ അതൊക്കെ മാറും. ഇതൊരു വലിയൊരു ആരാധകരുണ്ടാവും അല്ലെ? ആരാധകർ. അപ്പൊ അതിലങ്ങോട്ട് പോകും. ഇപ്പോഴും ഉണ്ട്. തമ്മന ഷാജിക്ക് ഇപ്പോഴും ആരാധകരുണ്ട്. ഞാൻ പറഞ്ഞാൽ ഞാനിപ്പോ മൈക്ക് കെട്ടിയ ആള് കൂടുമല്ലോ, മൈക്ക് സാങ്ഷൻ എടുത്ത് പറഞ്ഞ ആള് കൂടുമല്ലോ, കൂടും. ഇപ്പോഴും ആളുകൾ കണ്ടു കഴിഞ്ഞാൽ 2000 RJD ഉണ്ടാക്കിയ സമയത്ത് ഞാനിവിടെ എവിടെയൊക്കെ പ്രസംഗിച്ച് ഞാൻ പറയാം. തമ്മനം ജംഗ്ഷൻ, അലരുട്ടം, പള്ളുരുത്തി വേളി, വൈപ്പിൻ, പിന്നെ ഇവിടെയൊക്കെ ഞാൻ പ്രസംഗിച്ച 2000 RJD സംസ്ഥാന വൈസ് പ്രസിഡന്റ്. അപ്പൊ ആ സമയത്ത് ഈ ടൗൺ ഹാളിൽ പ്രസംഗിച്ചു. അങ്ങനെ രാഷ്ട്രീയ മോഹത്തിന് കാരണം എന്താ? രാഷ്ട്രീയ മോഹം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നന്മ സമൂഹത്തിന് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു രാഷ്ട്രീയ പൊളിറ്റിക്സ് വേണം. നമുക്കൊരു സമൂഹത്തിലേക്ക് ഇറങ്ങണേ. അല്ലെങ്കിൽ നമ്മളെയൊക്കെ അവൻ അവന്റെ താല്പര്യത്തിന് വേണ്ടി നടക്കണേന്, അവന് കാശുണ്ടാക്കാനേ. എനിക്ക് കാശുണ്ടാക്കാൻ ഇവർ അന്വേഷിച്ചോട്ടെ, പോലീസ് അന്വേഷിക്കട്ടെ. 3 സെന്റ് സ്ഥലം പോലും എനിക്കില്ല. എനിക്കുണ്ടാക്കണേ 2000 മുമ്പ് ആവും. ഞാനിവിടെ ഏറ്റവും വലിയ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. പിന്നെ ഗുരുവിന്റെ അടുത്ത് എത്തിയ ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം അസത്യവും ഉണ്ട്, നല്ലത് ചീത്തയിലേക്ക് പോയാൽ അവിടെ നിന്ന് ഔട്ടാണ്, ഗെറ്റ് ലോസ്റ്റ്. 1-2 പ്രാവശ്യമൊക്കെ നമ്മളെ വാണിംഗ് ചെയ്യും, പിന്നെ പറയും. ഗുരു എന്ന് പറഞ്ഞാൽ മറിഞ്ഞും വരും തെളിഞ്ഞും വരും. ആത്മീയ ഗുരുനാഥന്മാര് ഇപ്പൊ മുഖ്യമന്ത്രിയായിട്ട് ബന്ധമുണ്ട്, പ്രധാനമന്ത്രിയായിട്ട് ബന്ധമുണ്ട്, അമേരിക്കൻ പ്രസിഡന്റായിട്ട് ബന്ധമല്ല. അവര് രക്ഷിതാവായിട്ട് ബന്ധമുള്ള ആളുകളാണ്. അവരുടെ പ്രപഞ്ച രക്ഷിതാവായിട്ട് എല്ലാരും പരിപാലിക്കുന്നവരാ. ദൈവമല്ലേ? അല്ലേ? ഇപ്പൊ ടോമിന്റെ ഭാഷയെ പറഞ്ഞ കർത്താവല്ലേ? എല്ലാരും പിതാവല്ലേ കർത്താവ്? ആ കർത്താവായിട്ട് നമുക്ക് ബന്ധമില്ലെങ്കിലും ബന്ധമുള്ളവരായിട്ട് ബന്ധം ഉണ്ടായാലും എങ്ങനെ? ഉദാഹരണത്തിന് ടോമിനിപ്പോ നമ്മുടെ ചീഫ് മിനിസ്റ്ററായിട്ട് ബന്ധമുണ്ട്. ഞാൻ പറയാം, നിങ്ങള് എന്റെ ഒരു കാര്യം നിങ്ങൾ ചെയ്തു തരൂല്ലേ? അത്ര ക്ലോസ് ആണെങ്കിൽ അത്രയൊക്കെ തന്നെ അവർക്കുള്ള കാര്യം. പിന്നെ അവരെന്ന് പറഞ്ഞ വിശ്വാസപരമായ കാര്യങ്ങള് പ്രാക്ടിക്കലാക്കൽ എങ്ങനെ സമർപ്പണമായിരിക്കും. അതൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ഞാൻ ടോമിന് എന്തെങ്കിലും ഒരു സഹായം ചെയ്ത്, ഇദ്ദേഹത്തിന്റെ പേരെന്താ, ക്യാമറമാന്റെ ശ്യാംലാലിനോട് പറഞ്ഞ ടോം എന്റെ അടുത്ത് വന്നിട്ടാ, ഒന്നുമില്ലാതെ എന്റെ അടുത്ത് വന്ന് ഞാൻ സഹായിച്ചു. അപ്പൊ ദൈവത്തിനായോ? അങ്ങനെയുള്ള ചിന്തകള്, ഉള്ളിലെ ദുസ്വഭാവങ്ങൾ, അസൂയ, പരദൂഷണം, നിങ്ങളെ കുറ്റം പറയല്, നിങ്ങൾ എന്തെങ്കിലും, എനിക്കിപ്പോ ഞാനും ടോമും കൂട്ടുകാരാ, നിങ്ങൾക്ക് എന്തെങ്കിലും ദൈവം തന്ന് നിങ്ങൾ നല്ല ജോലി കിട്ടി, ഓൻ രക്ഷപ്പെട്ടു. നമ്മളിപ്പോഴും ദൈവത്തിനോട് പരിതപിക്കും. എന്നോട് ചോദിച്ചിട്ടില്ലല്ലോ നിങ്ങൾക്ക്. ഓരോരുത്തർക്ക് ഓരോരുത്തരുടേതായ വഴിയുണ്ട്. ഇപ്പോഴത്തെ ഗുണ്ടകളോടൊക്കെ എന്താ പറയാനുള്ളത്? ഗുണ്ടകളോടൊക്കെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പബ്ലിക് ഇപ്പൊ മൊത്തത്തിൽ മോശമാണല്ലോ. ജനങ്ങളാകെ പരിഭ്രാന്തിയിലാണ്. താങ്കൾ പറഞ്ഞ അന്നത്തെ കാലത്ത് ഒരു 37 സംഘങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ എത്ര സംഘം കാണുമായിരിക്കും കൊച്ചിയിലെ? അങ്ങനെ അധികമൊന്നുമില്ല. എന്നാലും ഇങ്ങനെ കണക്ട് ചെയ്ത് എല്ലാരും കണക്ട് ചെയ്യും. പണ്ടത്തെ പോലെ നിലപാടിലൊന്നും ഉറച്ചു വെക്കൂല ആളുകൾ. ഡ്രഗ് ആയിരിക്കും കൂടുതലും. ഡ്രഗാണ് വിഷയം. ഡ്രഗാകുമ്പോ പിന്നെ വീട്ടിൽ ഇപ്പൊ എത്രയോ മാതാപിതാക്കളെ മരിച്ച് അച്ഛനെ കൊന്നവരുണ്ട്, അമ്മേനെ കൊന്നവരുണ്ട്, സഹോദരന്മാരെ കൊന്നവരുണ്ട്. എനിക്കൊരുപാട് അനുഭവമുണ്ട്. അങ്ങനെയൊക്കെ ഈ ഡ്രഗ് കൊണ്ട് എനിക്ക് സ്വന്തം അനുഭവം ഉണ്ടായിട്ടുണ്ട്. പലതും എന്റെ സുഹൃത്തുക്കളിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഏറ്റവും മോശമായി പോയി, മനസ്സിലാ. ഇതിന്റെ ബിസിനസ്സിലേക്കൊക്കെ പോയി ആകെ ചീത്തയായി പോയി. അങ്ങനെ ഇപ്പൊ ഗുണ്ടകളെ പറ്റി പറയണമെങ്കിൽ നമ്മളെന്ത് ഉപദേശിക്കാനാ? നമ്മൾ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ പറയും ഇയാള് വലിയ നന്നായെന്ന് പറയും. എനിക്കിവിടെ ആരും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് എന്റെ ജീവിതം വളരെ വിശാലമാണ്. ഇപ്പോഴും രാഷ്ട്രീയ നേതാക്കളായിട്ട് ബന്ധമുണ്ടോ? രാഷ്ട്രീയ നേതാക്കളോടൊക്കെ ബന്ധമുണ്ട്, നല്ലവരോടൊക്കെ ഞാൻ ബന്ധപ്പെട്ടു. മകളുടെ കല്യാണത്തിന് കോൺഗ്രസ് കല്യാണത്തിന് എന്റെ MLA വന്നു, അതിന്റെ MLA അല്ലേ?
ഉമാ തോമസ്. പിന്നെ ടി ജെ വിനോദ് എന്റെ നെയ്ബറാ. അദ്ദേഹം എനിക്ക് എന്റെ ചെറുപ്പം മുതലേ അറിയും. അദ്ദേഹത്തിന്റെ വൈഫ് എന്നെ എപ്പോ കണ്ടാലും സംസാരിച്ചിട്ട് പോകുള്ളൂ ചേച്ചി. പിന്നെ ഇടഞ്ചിയുടെ മകൻ ഇടഞ്ചിയായിട്ട് എനിക്ക് ഒന്നുണ്ടായത്. അല്ല, ഈ ജോർജിയുടനാണോ താങ്കൾക്കൊരു രാഷ്ട്രീയ അഭയം? അങ്ങനെയല്ല, ഈ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്ത് അദ്ദേഹത്തിന് ഇന്ന ആളൊന്നുമില്ല. ആര് വന്ന് എന്ത് സങ്കടം പറഞ്ഞാലും അദ്ദേഹം സഹായിക്കും. ഒരു MLA ആയിരുന്ന ആള് അദ്ദേഹം അങ്ങനെയാണ്. ജോർജിയുടെ സഹായിച്ചിട്ടുണ്ട്. ഉണ്ട്. ഇത് കേസുകളിൽ നിന്നൊക്കെ? കേസുകളിൽ നിന്നല്ല. നമ്മളിപ്പോ പോലീസ് സ്റ്റേഷനിലൊക്കെ ചെല്ലുമ്പോൾ അന്നത്തെ ഉപദ്രവം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ പോലീസ് സ്റ്റേഷനിൽ ഉപദ്രവമൊന്നുമില്ല. അന്ന് ഡ്രസ്സൊന്നും തരില്ല, ഇന്നറിൽ നിർത്തും. ഇന്നറിലേക്ക് പേപ്പർ കൊടുത്തോളണം, ന്യൂസ് പേപ്പർ എടുത്തു തരും. അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാര് ചില ആളുകളാണ്. ഇന്നത്തെ പോലെയല്ല. ഇന്നിപ്പോ ഒരു സംവിധാനം കറക്റ്റാണ്. ഇന്നിപ്പോ CP അറിയാതെ ഒന്നും നടക്കൂല, അല്ലെങ്കിൽ DCP അറിയാതെ ഒന്നും നടക്കൂല. അദ്ദേഹം അവരുടെ നിർദ്ദേശത്തിലല്ലാതെ ചെയ്യാനില്ല. അന്ന് അങ്ങനെയല്ല, വാളെടുത്തവരൊക്കെ വിളിച്ചപ്പാടാ. ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ രാഷ്ട്രീയക്കാരും ഉണ്ടാവും. ഇന്നിപ്പോ പഴയ പോലെ രാഷ്ട്രീയക്കാർക്ക് പോലീസ് സ്റ്റേഷനിൽ ഇന്ന് വിളിക്കാനൊന്നും പറ്റുന്നില്ല. അന്ന് സഹായിച്ചിട്ടുണ്ടല്ലേ? അന്ന് സഹായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ ഉപദ്രവിക്കാതിരിക്കാനൊക്കെ. ചെറിയ കേസൊക്കെ ആണെങ്കിൽ വല്ല സ്റ്റേഷൻ ജാമ്യം കൊടുത്തുവിടാൻ പറയും. ലോക്കപ്പിലിട്ടാളുള്ള എന്താ പരിപാടി എന്നറിയോ? ഉറങ്ങാൻ സമ്മതിക്കൂല. അല്ല, ജോർജിയുടെ വേണ്ടിയൊക്കെ അങ്ങനെ തല്ലാൻ പോവായിരുന്നു. അങ്ങനെ കോൺഗ്രസിന് വേണ്ടി കോൺഗ്രസ്സുകാരെ നിങ്ങൾക്ക് അറിയില്ലേ? അവര് പുറകോട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. അവർ വല്ല യാത്തിച്ചാർന്നുണ്ടാകുമ്പോ വല്ല കല്ലെറിയും അത്രയൊക്കെ ഉള്ളു. നമ്മളങ്ങനെ ഇപ്പൊ അല്ലാതെ വല്ല KSUക്കാരെയൊക്കെ കുട്ടികളെയൊക്കെ മർദ്ദിക്കുമ്പോൾ അവര് കുറച്ച് 2 ദിവസം ഉണ്ടാവും ആവേശം. ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ. അല്ലാതെ അവരൊരു മർഡറിനോ അങ്ങനെ അല്ലെങ്കിൽ ആരെങ്കിലും ഉപദ്രവിക്കാനോ എന്റെ അനുഭവത്തിൽ അവരങ്ങനെ നിർദ്ദേശം തന്നതോ നമ്മൾ സഹായിക്കുക അങ്ങനെയൊന്നും ഉണ്ടായില്ല. പിന്നെ ഞാൻ വന്ന് KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് അന്ന് എന്റെ KC രമേശ് എന്റെ കൂട്ടുകാരനായിരുന്നു. മരിച്ചുപോയി, കിഡ്നി സംബന്ധമായ അസുഖം വന്നിട്ട്. ആലുവക്കാരൻ പറൂക്കാവിലെ വീട്. ആ ബാച്ചാണ് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് TJ വിനോദ്. അവരൊക്കെ ഒരു ബാച്ച്. ജോസഫ് ആന്റണി DCC മറ്റേ ഒരു സെക്രട്ടറിമാരിൽ. PD മാർട്ടിൻ അവരുടെ ജൂനിയറാണ്. അങ്ങനെ പിന്നെ ഹൈബിയൊക്കെ പിന്നെ ഉള്ള ആള് അവരുടെ ജൂനിയറാണ്. ഷിയാസൊക്കെ മനസ്സിലായ ഇന്നത്തെ DCC പ്രസിഡന്റ്. അപ്പൊ അന്ന് കോൺഗ്രസ് ആയിട്ട് ഇത്തിരി ബന്ധമൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്നല്ല. ഇപ്പോഴും ആ ബന്ധം തുടരുന്നുണ്ട്. ഇപ്പോഴും എന്നോട് സ്നേഹമുള്ളവരൊക്കെ ഞാനാരും ഇവരുടെ അടുത്തൊന്നും പോയി ഒരു സഹായം MP ആണെങ്കിലും MLA ആണെങ്കിലും പിന്നെ അത്ര വല്ല ബുദ്ധിമുട്ടോ വല്ല ഹോസ്പിറ്റൽ കേസൊക്കെ ഉണ്ടെങ്കിൽ IBയുടെ ഓഫീസിൽ വിളിച്ചു പറയുമ്പോൾ ജോബിയുണ്ട്, അവൻ IBനോട് പറയും. ഞാൻ നേരിട്ട് പോകില്ല. ഇപ്പൊ IBനെ തന്നെ ഞാൻ കുറെ കാലം എത്തി. ഇവിടെ പബ്ലിക് പരിപാടിയിലൊക്കെ കാണും. ഈ പള്ളിയിൽ ഇപ്പോൾ ആണ്ട് നടക്കുന്ന സമയത്തൊക്കെ MP എന്നുള്ള നിലക്ക് അദ്ദേഹം വരും, അല്ലെങ്കിൽ മരിച്ച വീടുകളിലോ വെച്ചൊക്കെ കാണും. അല്ലാതെ ഞാനിപ്പോ രാഷ്ട്രീയ പ്രവർത്തനത്തിനോ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ സന്തോഷത്തോടെ ജീവിക്കട്ടെ.